അങ്ങനെ നമ്മുടെ ഈ ആഴ്ചയിലെ ക്ലാഷ് റിലീസിലെ അവസാന സിനിമയായ മൂന്നാമത്തെ പടം ബ്രോമൻസ് ഇപ്പൊ കയറി കണ്ടു. അരുൺ ഡി ജോസ് ആണ് സംവിധാനം. നമ്മുടെ ജോ ആൻഡ് ജോ അതുപോലെ തന്നെ 18+ ഇതിനൊക്കെ ഡയറക്ടറാണ്. പുള്ളിയുടെ അടുത്ത സിനിമ വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ, അവരുടെ പ്രൊഡക്ഷനാണ്. കാസ്റ്റ് പറയുന്നത് നമ്മുടെ മാത്യൂസ്, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്, നമ്മുടെ അമൽ ഡേവിസ്, കലാഭവൻ ഷാജോൺ, പിന്നെ മഹിമ നമ്പ്യാർ, നമ്മുടെ അറിയാലോ RDXലൊക്കെ നായിക മഹിമ നമ്പ്യാർ. സിനിമയെ പറ്റി നമ്മൾ കിടക്കുമ്പോൾ ഇതിന്റെ കഥ എന്ന് പറയുന്നത് നമ്മുടെ മാത്യുവിന്റെ ക്യാരക്ടറായ ബിറ്റോ, അങ്ങനെ പേര് ഷിൻഡോ ബിറ്റോ, ഓക്കെ. ആ ബിറ്റോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ചേട്ടൻ, അതായത് ഷിൻഡോ, നമ്മുടെ ശ്യാം മോഹൻ, നമ്മുടെ JK, പുള്ളി ശ്യാം മോഹനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. മാത്യൂസിന്റെ ചേട്ടൻ ക്യാരക്ടർ പുള്ളീനെ കാണാതാവുന്നതും പിന്നീട് പുള്ളീനെ അന്വേഷിച്ച് ഇറങ്ങുന്നതും അവിടെ ഒരുമിച്ച് കൂടുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരു ബ്രോമാൻസ്, അതാണ് ആ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ടിങ്ങുള്ള സീൻ തൊട്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ചിരിയോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല. ആ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴാണ് സത്യം പറഞ്ഞ ഒരു രസമൊക്കെ തോന്നി തുടങ്ങിയത്. അതുവരെ ആ ഒരു മണിക്കൂർ എനിക്ക് ഒട്ടും വർക്കായില്ല. ഇന്റർവെല്ലിൽ എടുക്കുമ്പോൾ നൈസായിട്ട് പടം പിടിക്കോ കയറാൻ തുടങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോഴാണ് പടം കുറച്ച് ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ്. കാരണം സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ ഒരു ചെറിയൊരു ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിലെടുത്തു പറയേണ്ട 2 പേരുണ്ട്. ഒന്ന് നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപ്, പുള്ളിയും പിന്നെ മഹിമ നമ്പ്യാരും. മഹിമയും സംഗീതമാണ് ഞാൻ പറയും ഈ പടം ശരിക്കും ഇത്രക്കെങ്കിലും ആവാൻ കാരണം. ഞാൻ പറയും അത് ഇവർ 2 പേരാണ്, സംഗീതും മഹിമയെന്ന് ഞാൻ പറയും. കാരണം സംഗീതമാണ് പടം കൊണ്ടുപോയത്. പടം സത്യം പറഞ്ഞ ഈ വണ്ടി വലിച്ചു കൊണ്ടുപോയത് സംഗീതമായിരുന്നു. കാരണം പുള്ളിയാണ്, പുള്ളിയുടെ കോമഡി, പുള്ളിയുടെ ചില സാധനങ്ങളൊക്കെയാണ് ശരിക്കും ഒരു രസമാക്കിയിട്ട് നമ്മളൊന്ന് ലയിപ്പിച്ചിരുത്തിയത് പുള്ളിയായിരുന്നു. അതുപോലെ മഹിമ നന്നായിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനെ ഈ പടത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മഹിമനെ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ലുക്ക് ഈ സിനിമയിലായിരുന്നു. മഹിമ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു, അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു ലുക്ക്. ഞാൻ ഒറ്റ പടത്തിൽ മഹിമ ഇത്രയും ലുക്കായിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെയും കുറെ നമ്മുടെ ജയ് ഗണേഷിലാണ് പിന്നെയും കുറച്ച് തോന്നി. പക്ഷെ അതിനെക്കാട്ടൊക്കെ ഭയങ്കര ലുക്ക് എനിക്ക് ഈ പടത്തിൽ മഹിമനെ ഫീൽ ചെയ്തു. മഹിമയ്ക്കുടെ ചില മറ്റേ കാസർഗോഡ്, പുള്ളിക്കാരത്തിയുടെ നാടകമാണല്ലോ കാസർഗോഡ് ലാംഗ്വേജ് 2 തവണ എടുത്തിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ പുള്ളി നോർമലായിട്ടാണ് സിനിമയിൽ സംസാരിക്കണം പോലും ദേഷ്യം വരുമ്പോൾ കാസർഗോഡ് സാധനത്തിലൊരു പെടയുന്നുള്ള അത് അടിപൊളിയായിരുന്നു. ആ സാധനം തിയേറ്ററിൽ നന്നായിട്ട് വർക്കായി. 2 തവണയുണ്ട് സിനിമയിൽ, അത് രസമായിട്ടുണ്ട്. പിന്നെ മാത്യൂസും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. മാത്യൂസ് വലിയ ഓവറാക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, ഒരു മീറ്റർ പിടിച്ച് മാത്യൂസും ചെയ്തിട്ടുണ്ട്. അതുപോലെ അർജുൻ അശോകൻ നന്നായിട്ടുണ്ട്. അർജുൻ അശോകന്റെ സെക്കൻഡ് ഹാഫില് ഒരു സാധനം ഉണ്ടായിരുന്നു, പറയണില്ലേ, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സിനോടൊക്കെ എടുക്കുമ്പോൾ ഒരു സാധനം ഉണ്ട്, ഒരു ചെറിയൊരു അഴിഞ്ഞാട്ടം പോലൊരു സാധനം അർജുൻ അശോകന് കൊടുത്തിട്ടുണ്ട്. അത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാഭവൻ ഷാജോൺ നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ഫൈറ്റൊക്കെ ആക്ഷൻ പരിപാടികളൊക്കെ രസമായിട്ടുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് നമുക്കിങ്ങനെ എന്തോ ഞാനിങ്ങനെ കണ്ടിരുന്നു സെക്കൻഡ് ഹാഫ്. എന്നല്ലാതെ മൊത്തത്തിൽ എനിക്ക് ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഈ സിനിമ അങ്ങനെ എനിക്ക് വർക്കായതൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് വർക്കായില്ല. സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോഴാണ് എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു രസം തോന്നി. ക്ലൈമാക്സിൽ കുറേ കാര്യങ്ങൾ ക്ലൈമാക്സിൽ ഇഷ്ടപ്പെട്ടെങ്കിലും കുറേ കാര്യങ്ങൾ എനിക്ക് ക്ലൈമാക്സിൽ അത്ര താല്പര്യമായില്ല. അങ്ങനെ ഒരു ഇത്. പിന്നെ പടം കൊണ്ടുപോയി നിർത്തിയ രീതി, ആ ഒരു സീനിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നി. നല്ലൊരു രസിച്ചിരുന്നൊരു ക്ലൈമാക്സ് കണ്ടതിന് ശേഷം വീണ്ടും വേറൊരു എൻഡിലോട്ടൊരു സാധനം വേറെ കയറി വരണ്ടേ, അതെനിക്ക് അത്ര താല്പര്യമായില്ല. എങ്കിലും അങ്ങനെ നമുക്ക് പൈസ പോയി എന്നൊന്നും തോന്നില്ല. നമുക്ക് ഒരു തവണ കാണാം, ഒരു തവണ കണ്ടു മടങ്ങാം. തിയേറ്ററിൽ ഞാൻ ഒരു ഷോ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് സിനിമ എൻജോയ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. എനിക്ക് ഒരു ജസ്റ്റ് ആവറേജ് ഫീൽ ആയിരുന്നു. ഞാൻ ഇന്നലെ പൈങ്കിളി കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പൈങ്കിളിന് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ചിരിച്ചു തോന്നുന്നുണ്ട് പൈങ്കിളി സിനിമയിൽ.
പൈങ്കിളിയിൽ ചില കോമഡികൾ ഒരു 2-3 കോമഡി എനിക്ക് നന്നായിട്ട് വർക്കായി. പക്ഷെ അത്രയും ഒരു ചിരി വന്ന കോമഡി ബ്രോമൻസിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഈ ഡൗട്ട് ഉണ്ട്. എന്തായാലും ഓക്കെ, എന്തായാലും ഒക്കെ അങ്ങനെ മോശം പറയാത്തില്ലാത്ത ഒരു ജസ്റ്റ് ആവറേജ് പടമായിട്ടാണ് ബ്രോമൻസ് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫ് നമുക്ക് കുറച്ച് രസിച്ചിരുന്നൊക്കെ കാണാം. എന്തായാലും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ ഇരിക്കാം, അത്ര തന്നെ. ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകേണ്ട, ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രം പ്രതീക്ഷിച്ച് പോവുക, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അത്യാവശ്യം രസിച്ചിരുന്നൊരു എൻ്റർടൈൻ ചെയ്ത് കണ്ട് പുറത്തോട്ട് വരിക. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ജസ്റ്റ് ഒരു ആവറേജ് സിനിമയായിട്ടാണ് ബ്രോമൻസ് ഫീൽ ചെയ്തത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കണ്ടു നോക്കുക.